വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ഈവനിങ് കുക്കിംഗ് വ്ളോഗാണ്. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. ആദ്യം ഞാൻ ചപ്പാത്തി ഉണ്ടാക്കാനായിട്ട് പോവാണ്. കുറച്ച് വെള്ളം ഒഴിച്ചു അതിൽ കുറച്ച് ഉപ്പ് ഇട്ടിട്ട് കുറേശ്ശെ മാവ് ഇട്ടിട്ടാണ് ചപ്പാത്തി ഉണ്ടാക്കുന്നത്. ഇത് ഞാൻ വീണാസ് കറി വേൾഡിൽ കണ്ടിട്ട് പഠിച്ചതാണ്. ഞാൻ ഈ സ്കൂൾ ടൈം മുതലേ ചപ്പാത്തി ഉണ്ടാക്കും. പക്ഷേ ഇങ്ങനെ ചെയ്തപ്പോൾ ഈസി ആയിട്ട് പെട്ടെന്ന് നമുക്ക് കുഴച്ച് തീരുകയും ചെയ്യും, എന്നാൽ നല്ല സോഫ്റ്റായിട്ട് കിട്ടുകയും ചെയ്യും. എനിക്ക് കുക്കിംഗ് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. കുക്ക് ചെയ്യാനും ഇഷ്ടമാണ്, കഴിക്കാനും ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനെ വിളമ്പി കൊടുക്കാനും ഒക്കെ ഇഷ്ടമാണ്. മറ്റുള്ളവർ ഞാൻ കുക്ക് ചെയ്ത് കൊടുക്കുന്ന ഫുഡൊക്കെ ഇങ്ങനെ കഴിക്കുന്നത് കാണുമ്പോഴും അതൊക്കെ ഞാൻ നന്നായിട്ട് എൻജോയ് ചെയ്യും. എനിക്ക് സ്ട്രെസ്സൊക്കെ ഉണ്ടാകുന്ന ഒരു സമയം, അല്ലെങ്കിൽ നമുക്കൊരു മൂഡ് ഓഫൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഞാനൊരു റെസിപ്പിയൊക്കെ എടുത്തിട്ട് അതുണ്ടാക്കി നോക്കും. കൂടുതലും എനിക്ക് നോർത്ത് ഇന്ത്യൻ ഫുഡ് കുക്ക് ചെയ്യാനേ ഇഷ്ടം. കേരള ഫുഡും ഇഷ്ടമാണ്, പക്ഷേ കൂടുതൽ നോർത്ത് ഇന്ത്യൻ ഫുഡിനോട് എനിക്ക് എന്തോ ഒരു ഇഷ്ടം കൂടുതലാണ്. അത് പാനിപ്പൂരി ആയാലും, പാനിപ്പൂരി കഴിക്കാനാണ് ഇഷ്ടം, ഉണ്ടാക്കാൻ അറിയത്തില്ല. ഇങ്ങനെ കുറേ കറികളും അവരുടെ പറാത്താസും ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ അവരുടെ നല്ല ഹെൽത്തി ഓപ്ഷനായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. വെയിറ്റ് ലോസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് അങ്ങനെ കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഈ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഏറ്റവും സഹിക്കാൻ പറ്റാത്തതാണ് ഡ്രസ്സിലൊക്കെ ഫുള്ള് മാവാവുന്നത്. അതുകൊണ്ട് ഞാൻ ചപ്പാത്തി ഉണ്ടാക്കുന്ന സമയത്ത് ഇങ്ങനെ അപ്രോൺ യൂസ് ചെയ്യാറുണ്ട്. ഈ ഫുള്ള് ക്ലീൻ ചെയ്തെടുക്കണമല്ലോ. ഒരു ചപ്പാത്തി ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ ഒരു യുദ്ധഭൂമിയാവും അവിടെ. ഇനി ഞാൻ വിചാരിക്കുന്നത് ഒരു പനീർ കറി ഉണ്ടാക്കാമെന്നാണ്. അതിന് വേണ്ടിയിട്ട് സവാളയും നമ്മുടെ തക്കാളിയും എല്ലാം ഒരു ചോപ്പറിലിട്ടിട്ട് നന്നായിട്ട് ചോപ്പ് ചെയ്തെടുക്കണം. അതിനുള്ള ശ്രമത്തിലാണ് ഞാൻ. പിന്നെ ഈവനിങ് കുക്കിംഗ് വ്ളോഗെന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെ രാവിലെ മുതൽ ഈവനിങ് വരെ ഞാൻ ഫ്രീ ആയിരിക്കും. അപ്പോൾ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസം വെറുതെ ഇരിക്കാം. പിന്നെ രാവിലെ ചേട്ടൻ പോകുന്നുണ്ട്, അത് കൊടുത്ത് വിടുകയും ചെയ്യണം. ഇനി വന്നിട്ട് കഴിക്കാനുള്ള സംഭവവും പിന്നെ രാവിലത്തേക്കുള്ളതുമാണ് ഈ ചപ്പാത്തിയും കറിയും. ഒരു കോവിഡ് ടൈമൊക്കെ ആയപ്പോഴാണ് ഈ പനീർ കറിയൊക്കെ ഞാൻ പരിചയപ്പെട്ട് തുടങ്ങിയത്. അതുവരെ എൻ്റെ വിചാരം ഈ പനീർ എന്ന് വെച്ചാൽ വേറെ എന്തോ ഒരു സാധനം എന്നുള്ളതാണ്. പിന്നെയാണ് മനസ്സിലായത് പാല് പിരിച്ചിട്ടാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന്. ഞാൻ കോവിഡിൻ്റെ ഒരു സമയത്ത് ഞാൻ ഇതുപോലെ പനീർ ഉണ്ടാക്കി. പനീർ സക്സസ് ആയി. പക്ഷേ ഇത് ഞാൻ ഫ്രൈ ചെയ്തെടുത്തപ്പോഴത്തേനും റബ്ബർ പോലെ ആയിപ്പോയി. ഇത് ഫ്രൈ ചെയ്യുമ്പോഴത്തേനും അധികം ഇത് വേവിക്കാൻ പാടില്ല. വേവിച്ച് കഴിഞ്ഞാൽ അത് കല്ല് പോലെ എന്തോ പോലെ ഉണ്ടാവും. അതിൻ്റെ സോഫ്റ്റ് ആയിട്ടുള്ള പോർഷനാണ് നമുക്ക് കഴിക്കാനായിട്ട് അത്ര ടേസ്റ്റ് ഉണ്ടാകുന്നത്. പിന്നെ എന്ത് കാര്യം ചെയ്താലും പ്രാക്ടീസ് ചെയ്യുമ്പോഴാണല്ലോ നമ്മളതിൽ ഇമ്പ്രൂവ് ആവുന്നത്. അതിപ്പോൾ കുക്കിംഗ് അല്ല, ഏത് മേഖലയിലായാലും ശരി തന്നെ. നമ്മളതിൽ അത്രത്തോളം ഇൻവോൾവ് ആയി നമ്മളത്രയും ഓരോ പ്രാവശ്യവും അത് ചെയ്ത് തെറ്റിപ്പോയി പിന്നെയും അത് ശരിയാക്കി അങ്ങനെയൊക്കെയാണല്ലോ ഇമ്പ്രൂവ് ആവുന്നത്. ഈ കുക്കിങ്ങിലൊക്കെ ഇത്ര കാര്യം എന്താണെന്നൊക്കെ പലരും ചോദിക്കുന്നുണ്ടല്ലോ. ചിന്തിക്കുന്നൊക്കെ ഉള്ള ആൾക്കാർക്ക് ഇതൊരു സ്കില്ലാണ്. സത്യത്തിൽ നമ്മൾ ഈ ഓരോ മനുഷ്യർക്കും അല്ലെങ്കിൽ ഓരോരുത്തരും കുക്ക് ചെയ്യുന്ന രീതിയൊക്കെ ഭയങ്കര ഡിഫറെൻ്റാണ്. അതിലും കുറേ പൊടിക്കൈകളുണ്ടാവും. ഓരോ വ്യക്തികളും കുക്ക് ചെയ്യുന്ന ഓരോ ടേസ്റ്റിലും രീതിക്കുമാണ്. ഇപ്പോൾ എൻ്റെ അമ്മ കുക്ക് ചെയ്യുന്ന രീതിക്കേ അല്ല ഞാൻ കുക്ക് ചെയ്യുന്നത്. ഞാൻ അടുക്കള ഹാൻഡിൽ ചെയ്യുന്ന പോലെ ആയിരിക്കത്തില്ല എൻ്റെ അമ്മയോ അല്ലെങ്കിൽ മറ്റ് പലരും ഹാൻഡിൽ ചെയ്യുന്നത്. ഓരോരുത്തർക്കും ഓരോ തരത്തിലാണ്. അങ്ങനെ ചപ്പാത്തിയും കറി റെഡി ആയിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഞാനൊരു എഗ് ബിരിയാണി ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത് നാളെ കൊണ്ടുപോകാനായിട്ട്. പിന്നെ അത് ഈസിയാണല്ലോ, വേറെ കറികളൊന്നും ഉണ്ടാക്കണ്ടല്ലോ എന്ന് വിചാരിച്ചു. അതിന് അരിയും ഉപ്പും ഒക്കെ ഇട്ടിട്ട് ഞാൻ 3 വിസിലായപ്പോഴത്തേനും അരി വെന്ത്. ആവിയെല്ലാം പോയ ശേഷം അത് തുറന്ന് നോക്കിയപ്പോഴത്തേനും നന്നായിട്ട് ചോറ് വെന്തിട്ടുണ്ടായിരുന്നു. ഇന്ത്യ ഗേറ്റിൻ്റെ അരിയാണ്. നോർമലി ഉള്ള അരിയുടെ അത്ര രസമില്ല, പക്ഷേ നമുക്ക് മാനേജ് ചെയ്യാം, കുഴപ്പമില്ല. പിന്നെ ഒരു 4 മുട്ട എടുത്തിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ട് വേവിക്കാനായിട്ട് വെച്ചപ്പോഴാണ് ചേട്ടൻ വന്നത്. പിന്നെ ചേട്ടൻ വന്ന ഉടനെ ഞാൻ എന്തൊക്കെയാണ് കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ളതെന്നുള്ളൊരു ടെസ്റ്റിംഗ് ഒക്കെ നടത്തും. വിശന്നിട്ടായിരിക്കുമല്ലോ വരുന്നത്, അപ്പോൾ എന്തൊക്കെ കുക്ക് ചെയ്തെന്നൊക്കെ ഉള്ളതൊക്കെ നോക്കും. പിന്നെ എന്നെ ഹെൽപ്പ് ചെയ്യും. പിന്നെ ഞങ്ങൾ ഒരുമിച്ചായിരിക്കും കുക്ക് ചെയ്യുന്നത്. ചേട്ടൻ പിന്നെ പാത്രമൊക്കെ കഴുകി വെക്കും, ഞാൻ ബാക്കി കുക്ക് ചെയ്യും. ഇനി തക്കാളി നന്നായിട്ട് പേസ്റ്റ്, അതായത് തക്കാളി പ്യൂരിയാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ തക്കാളിയെല്ലാം കട്ട് ചെയ്തിട്ട് ബ്ലെൻഡറിൽ വെച്ചിട്ട് നന്നായിട്ട് അത് അടിച്ചെടുക്കുവാണ്. മെഡിക്കലിന് പോയപ്പോൾ അടുത്തുള്ള ഷോപ്പിൽ നിന്ന് മേടിച്ച ഒരു ബ്ലെൻഡറാണിത്. ഇത് വലിയ അരയത്തൊന്നുമില്ല, പക്ഷേ എന്നാലും നമുക്ക് അത്യാവശ്യ സാധനങ്ങളൊക്കെ ഉണ്ടാക്കാൻ അത് ഉപകരിക്കും കേട്ടോ. പിന്നെ ചേട്ടൻ്റെ കൊടുത്തിട്ട് ഉള്ളിയും പച്ചമുളകും ഒക്കെ ഞാനൊന്ന് കഴുകിച്ചെടുത്തു. പിന്നെ ഞാനതെല്ലാം ഒന്ന് കട്ട് ചെയ്ത് കുറച്ച് ഓയിലും കുറച്ച് നെയ്യിലും ഇത് വറുത്ത് എടുക്കും. അതിന് ശേഷമാണ് ഇത് കറിയിലേക്ക് ഇടുന്നത്. വറുത്ത ഉള്ളിയാണ് കറിയിലേക്ക് ഇടുന്നത്. പക്ഷേ ഞാനിങ്ങനെ വറുക്കാനൊക്കെ കുറച്ച് സമയം വെച്ചിരുന്നു. എനിക്ക് സത്യത്തിൽ ഈ ഉള്ളി
ഈ ബിരിയാണിക്ക് വറുക്കുന്ന രീതിക്ക് വറുക്കാനേ അറിയത്തില്ല. പിന്നെ മുട്ട പൊളിച്ചെടുക്കുവാണ്. മുട്ടയുടെ വേവ് കറക്റ്റ് അല്ലെങ്കിൽ ഇതിങ്ങനെ പൊളിഞ്ഞു വരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷേ എനിക്ക് അധികം വേവാത്ത മുട്ടയാണ് ഇഷ്ടം. അകത്തിങ്ങനെ കരിക്ക് പോലെ ഇരിക്കുന്ന മുട്ടയാണ് എനിക്കിഷ്ടം. ഇത് പൊളിച്ചിട്ട് അത് ജസ്റ്റ് ഒന്ന് വരഞ്ഞു കൊടുക്കണം. അപ്പോഴത്തേനും എൻ്റെ ഉള്ളി കരിഞ്ഞു പോയി. നല്ലോണം കരിഞ്ഞ. ഇനി എനിക്ക് ഉള്ളി നന്നാക്കാൻ വയ്യ എന്ന് പറഞ്ഞതുകൊണ്ട് ചേട്ടനാണ് ബാക്കി ചെയ്തത്. പക്ഷേ കുഴപ്പമില്ലാണ്ട് അത് ചെയ്തെടുത്തു. ആദ്യത്തെ അത്ര കരിഞ്ഞിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാനത് മാറ്റി വെച്ചു, ഒരു പ്ലേറ്റ് എടുത്തിട്ട് അത് മാറ്റി വെച്ചു. അപ്പോൾ ഇനി ഗ്രേവി ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്യുവാണ്. അതിന് വേണ്ടിയിട്ട് ആദ്യം മുട്ട ഒന്ന് വറുത്തെടുക്കണം. കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളകും കൂടി ഇട്ടിട്ട് കുറച്ച് ഓയിലും ഒഴിച്ചിട്ട് അത് വറുത്തെടുക്കുകയാണ് ചെയ്യുന്നത്. അത്ര മൊരിയൊന്നും വേണ്ട, എന്നാലും കുറച്ച് വറുത്തെടുക്കുമ്പം അതിന് കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ കുറച്ച് മുളക്, പട്ട ഇങ്ങനെയുള്ളതും കൂടി ഇട്ട് വറുത്തിട്ട് കുറച്ച് ഇഞ്ചിയും ബേ ലീവ്സും ഒക്കെ ഇട്ട് നന്നായിട്ട് വറുത്തെടുക്കണം. വറുത്ത് കുറച്ച് കരിയേണ്ട ആവശ്യമില്ല. കുറച്ച് മൂത്ത ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പ്യൂരി ടൊമാറ്റോ പ്യൂരി അത് ഒഴിക്കണം. അത് നന്നായിട്ടൊന്ന് വരണ്ട് വരണം. അതിൻ്റെ പച്ചമണമൊക്കെ മാറിയിട്ട് നന്നായിട്ട് വരണ്ട് വന്ന ശേഷം അതിന് ആവശ്യമായിട്ടുള്ള നിങ്ങൾക്ക് ഇഷ്ടമുള്ള മസാലകളൊക്കെ ചേർത്ത് കൊടുക്കാം. ഇവിടെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല ചേർത്തിട്ടുള്ളൂ. പിന്നെ കുറച്ച് തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് കുറച്ചൊന്ന് ഗ്രേവി ഒന്ന് തിക്കാവാൻ വേണ്ടിയിട്ട്, ജസ്റ്റ് ഒന്ന് പുളിയും സോഫ്റ്റ് ആവാനൊക്കെ വേണ്ടിയിട്ടാണ്. പിന്നെ വറുത്ത് വെച്ചേക്കുന്ന നമ്മുടെ കരിഞ്ഞു പോയത് രണ്ടാമത് കരിയാതെ ഉണ്ടാക്കിയ ഉള്ളി ഇട്ട് കൊടുക്കും. പിന്നെ കുറച്ച് പച്ചമുളക് ഇട്ടിട്ട് നന്നായിട്ട് വരട്ടി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേവിച്ച് വെക്കും, മസാലയൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ ഈ ഉണ്ടാക്കുന്നത് ഇത്ര എളുപ്പമാണെന്നുള്ളത് കുറേ കഴിഞ്ഞാണ് ഞാൻ മനസ്സിലാക്കിയത്. ആദ്യമൊക്കെ ബിരിയാണി നമ്മുടെ മുന്നിലെത്തുമ്പോൾ എന്തോ വലിയ പ്രോസസ്സാണ്, എന്നാലും ഇതൊക്കെ ഉണ്ടാക്കാൻ ഭയങ്കര ടഫായിരിക്കും, ഇതൊന്നും നമ്മളെ കൊണ്ട് പറ്റുന്ന പണിയല്ല എന്നാണ് ഞാൻ വിചാരിച്ച് വെച്ചിരുന്നത് ആദ്യ സമയങ്ങളിൽ. പിന്നെ പതിയെ ചെയ്ത് തുടങ്ങിയപ്പോൾ സദ്യക്കാലും ഒരുപാട് ഈ സദ്യവട്ടം ഉണ്ടാക്കുന്നതിനെക്കാട്ടിലും ഈസി ആരെങ്കിലും വന്നാൽ ഈ ബിരിയാണി തട്ടിക്കൂട്ടി ഉണ്ടാക്കുന്നതാണ് എന്ന് എനിക്ക് പിന്നീട് മനസ്സിലായി. അപ്പോഴാണല്ലോ ബിരിയാണി ഇത്രയും ഈസി ആയിട്ടൊക്കെ നമ്മൾ ഉണ്ടാക്കുന്നത്. അല്ലാത്ത സമയത്ത് നമ്മൾ വല്ലപ്പോഴും ഒരു ബിരിയാണിയൊക്കെ കിട്ടാനായിട്ട് കൊതിച്ചിരിക്കുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. നമ്മുടെ 90s ജനിച്ച ആൾക്കാർക്കറിയാം, നമ്മുടെ ഒരു കുട്ടിക്കാലം എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് പൊറോട്ട, ഇറച്ചി അല്ലെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ബിരിയാണിയൊക്കെ വല്ലപ്പോഴും കിട്ടുന്ന ഒരു ഭക്ഷണമായിരുന്നു. ഇപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടത്തിന് നമുക്ക് സാധനം മേടിച്ച് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്, കുറച്ചുകൂടി അവൈലബിളായി. അങ്ങനെ നമ്മുടെ ഗ്രേവി റെഡി ആയിട്ടുണ്ട്. ഞാൻ വേറൊരു പാത്രം എടുത്തിട്ട് അതിൽ ഗ്രേവി തന്നെ ഒഴിച്ചിട്ട് ദം പോലെ ആക്കി എടുക്കുകയാണ് ചെയ്തത്. അതിൽ പിന്നെ ഞാൻ നെയ്യോ ഒന്നും ഒഴിക്കാനായിട്ട് നിന്നില്ല. ഓൾറെഡി എല്ലാത്തിലും നെയ്യും എണ്ണയും കുറച്ച് ഉണ്ടല്ലോ. ഇനി കൂടുതൽ ഒഴിക്കണ്ടെന്ന് വിചാരിച്ചു. എനിക്ക് നെയ്യ് കുറഞ്ഞ ബിരിയാണിയാണ് ഇഷ്ടം. നെയ്യ് ഒത്തിരി വാരി ഒഴിച്ച് കഴിക്കുമ്പോൾ എനിക്ക് എന്തോ ഒരു ശ്വാസം മുട്ട് പോലെ തോന്നും, എന്തൊരു ഫീല്, ഒരു വിമ്മിഷ്ടം പോലെ തോന്നും. അപ്പോൾ എനിക്ക് എപ്പോഴും നെയ്യ് കുറച്ചുള്ള ബിരിയാണിയുടെ അടുത്താണ് കൂടുതലും ഇഷ്ടം. ഞാൻ ഈ മഷ്റൂം വെച്ചിട്ടും പ്രോൺസ് വെച്ചും ചിക്കനും മട്ടനും ബീഫും ഒക്കെ ഞാൻ വെച്ചിട്ടുമൊക്കെ ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ മുട്ട വെച്ചിട്ടുള്ള ബിരിയാണി ഇവിടെ ചേട്ടനൊന്നും അധികം വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല ഫസ്റ്റ് ടൈം. പിന്നെ കഴിച്ചു വന്നപ്പോൾ ഇങ്ങനെയൊക്കെ കഴിക്കാൻ പറ്റും, മുട്ടയും നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ എന്ന് പറയും. കാരണം ഇത് ഫ്രൈ ഒക്കെ ചെയ്ത് മസാലയൊക്കെ പിടിച്ചിരിക്കുമ്പോഴത്തേക്കും മുട്ട ബിരിയാണി ആണെന്ന് നമുക്ക് പെട്ടെന്ന് ഒരു തോന്നത്തില്ല. ഭയങ്കര ടേസ്റ്റാണ് ഇങ്ങനെ കഴിക്കാനായിട്ട്. അടച്ചു വെച്ച് തുറന്നിട്ട് ഫുള്ള് മിക്സ് ചെയ്തിട്ട് വേണം മുട്ട ബിരിയാണി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം കഥയും കഥാപാത്രങ്ങളും സംഭാഷണവും ഒക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടാറ്റാ.